ഓം മഹാപിതൃഭ്യോ നമ. 2026 വർഷത്തെ കർക്കിടക വാവു ബലി വരുന്നത് ഓഗസ്റ്റ് മാസം 12-ാം തീയതി അല്ലെങ്കിൽ കർക്കിടക മാസം 27-ാം തീയതിയാണ്. 12-ാം തീയതി പുലർന്നു വരുന്ന സമയം 1:52-നാണ് കർത്തവാവ് ആരംഭിക്കുക. അത് 12-ാം തീയതി രാത്രി സമയം, പകല് കടന്ന് രാത്രി സമയം 11:06 വരെ ഈ കർത്തവാവുണ്ട്. കർത്തവാവ് തുടങ്ങി പകലിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബലി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പൊ ബലിക്ക് വേണ്ടിയിട്ട് ചിലർ പറയും രാഹുകാലത്ത് പാടില്ല, യമകണ്ഠ കാലത്ത് പാടില്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, അശുഭങ്ങൾ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ചിലരുടെ മാത്രം വിശ്വാസമായിട്ട് നമ്മളിവിടെ പരിഗണിക്കുള്ളൂ. കർക്കിടക മാസത്തിലെ വാവുബലിയില് അങ്ങനെ പ്രത്യേക മുഹൂർത്തങ്ങളെ ഒന്നും പരിഗണിക്കേണ്ടതില്ല. രാവിലെ മുതൽ നമുക്ക് ബലിതർപ്പണാദികൾ ചെയ്യാം. അത് മധ്യാഹ്നം കഴിഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഉച്ച കഴിഞ്ഞു പോകരുത്, അതിന് മുമ്പ് തന്നെ ബലിയിടണം. അത് രാവിലെ ബലിയിടുന്നത് വളരെ ശ്രേയസ്കരവുമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പോയി ബലിയിടുക. അവിടെ രാഹു, ഗുളികൻ അങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും നോക്കി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഇനി അങ്ങനെയൊക്കെ നോക്കിയേ പാടുള്ളൂ എന്നുള്ളവർ അങ്ങനെ ചെയ്തോളൂ എന്നേ പറയണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കർമ്മങ്ങൾക്ക് അങ്ങനെ മുഹൂർത്തങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് പൊതുവായിട്ടുള്ള ആചാര മതം പറയുന്നത്. അപ്പൊ അത് പാലിച്ച് മുന്നോട്ട് പോയാൽ മതിയാകും എന്നാണ് പറയുന്നത്. അപ്പൊ കർക്കിടക വാവുബലി തലേ ദിവസം ഒരിക്കലോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്രതമാണ് കേട്ടോ. അന്ന് മത്സ്യമാംസാദികളൊന്നും കഴിക്കുകയില്ല, പകലുറക്കം ഉണ്ടാവില്ല, ലഹരി വസ്തുക്കൾ ഉണ്ടാവില്ല, സ്ത്രീ സംഘം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചാണ് പോകാറുള്ളത്. പിറ്റേ ദിവസവും അങ്ങനെ തന്നെയാണ്. ബലിയിട്ടതിന് ശേഷം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി പിതൃക്കൾക്കും കൊടുക്കും. ബലിയിട്ട ആൾക്കാരും വീട്ടുകാരും എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ദിവസം ചിലയിടത്തൊക്കെ മദ്യസേവയൊക്കെ നടത്തുന്നതായിട്ട് കാണാം. ഒരിക്കലും പാടില്ലാത്തതാണ്. ആ കർത്തവാവ് ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ വ്രതത്തിൽ നിൽക്കുമ്പോഴാണ് പിതൃഗുണം, പിതൃപുണ്യം, പിതൃ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ബലിയിടുക എന്നുള്ളത് വേറെ ഒരു ചടങ്ങിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. അത് ഭക്തരായിട്ടുള്ള വിശ്വാസമുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഹിതം തെറ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് പിതൃദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നവരുണ്ട്. നമ്മൾ പിന്നീട് ജാതക കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പം ഇവർക്ക് പിതൃഗുണങ്ങളൊന്നും കിട്ടാതെ പോകുന്നു. പ്രധാനമായിട്ടും ബലിയിടുന്നു, മദ്യപിക്കുന്നു, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പൊ കർക്കിടക വാവുബലി എന്ന് പറയുന്നത് പിതൃപുണ്യകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പിതൃക്കൾക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നീട് ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ച അവര് നമ്മളെ നിരീക്ഷിച്ച് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകി പോരുന്നവരാണ്. അവരുടെ മേലുള്ള നമ്മുടെ നന്ദി അറിയിക്കുക എന്നുള്ളതാണ് പിതൃകർമ്മത്തിലൂടെ ചെയ്യുന്നത്. പിതൃക്കളോടുള്ള നമ്മുടെ കടപ്പാട് അവിടെ വീട്ടുകയാണ് ചെയ്യുന്നത്. ഇത് നേരാമണ്ണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം വളരെ ഗുണകരമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പിതൃകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, താൽക്കാലികമായിട്ടുള്ള ചിന്താ പദ്ധതിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ട് പിന്നീട് ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നവരെയും നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് കഴിയുന്നവരെല്ലാം ബലിക്രിയ ചെയ്യൂ എന്നേ പറയുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: കുടുംബത്തിലെ ഒരാൾ മരിച്ചു, 9 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആണ്ടുബലി കഴിഞ്ഞിട്ടില്ല, ഇത്തവണത്തെ കർക്കിടക വാവിന് ബലിയിടാമോ എന്നാണ് ചോദ്യം. കർക്കിടക വാവിന് ബലിയിടുമ്പോൾ നമ്മുടെ പിതൃ എന്ന് പറയുന്ന സങ്കല്പത്തിനാണ് ബലിയിടുക. മരണപ്പെട്ടു പോയ ഒരു വ്യക്തി പിതൃസങ്കല്പത്തിലേക്ക് കടക്കണമെങ്കിൽ ആണ്ടുബലി കഴിയണം. അത്രയും നാളും അതിനെ പരേതാത്മാവ് എന്നുള്ള പദത്തിലാണ് നമ്മൾ കൽപ്പിക്കുക. പിതൃമുക്തിയായിട്ടുള്ള ലോകത്തേക്ക് എത്തുമ്പോഴാണ്
പിതൃസങ്കല്പത്തിലേക്ക് യഥാർത്ഥത്തിൽ കടക്കുക. അതുകൊണ്ട് തന്നെ ആണ്ട് ബലി കഴിഞ്ഞിട്ട് വേണം കർക്കിടക വാവ് ബലി നടത്തുവാൻ. ആദ്യത്തെ ആണ്ട് ബലി കർക്കിടക വാവിനാണ് വരുന്നതെങ്കിൽ പിന്നെ കർക്കിടക മാസത്തിലെ ബലി നിർബന്ധമല്ല എന്നും പറയുന്നുണ്ട്. ആദ്യത്തെ ആണ്ട് കർക്കിടക മാസത്തിലാണ് വന്നത്. അതായത് ഈ മാസം 10-നോ 7-നോ 8-നോ ഒക്കെ ആണ്ട് ബലി നടത്തി. തൊട്ടടുത്താണ് 12 വരുന്നത്. 12-ന് പിന്നെ വീണ്ടും ബലിയിടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിതൃക്കളുടെ സങ്കല്പത്തിൽ ആ സമയത്ത് ബലി ഇട്ടാൽ ദോഷമൊന്നുമില്ല എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരിക്കലും എടുക്കാതെ ബലിയിടാമോ എന്നുള്ളതാണ്. കർക്കിടക വാവിന് വ്രതനിഷ്ഠ നിർബന്ധമാണ്. ഒരിക്കൽ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഈ വ്രതത്തെ പറയുക. ഒരിക്കൽ ഭക്ഷണം എന്നുള്ള സങ്കല്പമാണ്. അങ്ങനെ വ്രതം എടുത്തിട്ടാണ് ബലിയിടേണ്ടത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അപ്പൂപ്പന് വേണ്ടിയിട്ട് ബലിയിടാമോ? തീർച്ചയായിട്ടും പിതൃസങ്കല്പത്തിൽ നമുക്ക് അപ്പൂപ്പന് വേണ്ടിയിട്ട് ബലിയിടുന്നതിന് യാതൊരു തെറ്റുമില്ല. അതിന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു തടസ്സവുമല്ല. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ബലിയിടുന്നത് സ്വയം ചെയ്യാമോ അതോ കർമ്മിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ബലികർമ്മം ചെയ്യാവൂ എന്നുണ്ടോ? കർമ്മത്തിനൊരു കർമ്മി വേണം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കൂടിയും ഒരു കർമ്മിയുടെ നിർദ്ദേശം പ്രകാരം ചെയ്ത് കർമ്മിക്കൊരു ദക്ഷിണ കൊടുത്ത് ചെയ്യുന്നതാണ് ഏറെ ഉചിതം എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു വിദേശത്തായിരിക്കും, ഒരു അന്യനാട്ടിലായിരിക്കും, നിങ്ങൾക്കൊരു കർമ്മിയെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബലിക്രിയ മുടക്കേണ്ടതില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഇടുക. പിന്നീട് എപ്പോഴെങ്കിലും ഒരു കർമ്മദക്ഷിണ ഏതെങ്കിലും ഒരു കർമ്മിക്ക് കൊടുക്കാമെങ്കിലോ ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഒരു ദക്ഷിണ അർപ്പിക്കാമെങ്കിലോ അത് കർമ്മം പൂർത്തീകരിച്ചതിന് ഗുണകരമാകുന്നു. അടുത്ത ചോദ്യം, ഒരാള് തൻ്റെ പിതൃക്കൾക്ക് ബലിയിടാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ അയാൾക്ക് ദോഷമുണ്ടാവുമോ? പിതൃക്കൾക്ക് ബലിയിടുക എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു നന്ദി സൂചകമാണ്. കർമ്മം ചെയ്യുക, അവരുടെ കർമ്മമാണ്, അവരുടെ ശരീരം, അവരുടെ രക്തം, ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോട് നമ്മളടുത്ത് തന്നെ കാണിക്കുന്ന ഒരു നന്ദി ശരീരത്തിനോട് കാണിക്കുന്ന നന്ദിയാണ്. അത് ചെയ്യാതെ അതിനെ നിന്ദിച്ച് കിടക്കുന്നവർക്ക് പിൽക്കാലത്തെ ജീവിതം തന്നെ ഗതിമുട്ടിപ്പോയതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ അവരുടെ വിശ്വാസപ്രകാരം പറഞ്ഞിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇതുമൂലം വന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം വരുന്നത്, ഒരു കുടുംബത്തിലെ എല്ലാവരും ബലിയിടേണ്ടതുണ്ടോ? അങ്ങനെ ബലിയിട്ടതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധമില്ല കേട്ടോ. കുടുംബത്തിലെ എല്ലാവരും ബലിയിടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ തെറ്റുമില്ല. ഒരാൾക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് രക്തബന്ധം വേണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. കാര്യം ഇവിടെ ചോദ്യകർത്താവിൻ്റെ സുഹൃത്ത് വിദേശത്താണ്, അയാൾക്ക് കഴിയില്ല. ഈ വ്യക്തിക്ക് ബലിയിട്ട് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ബലിയിടാനൊക്കെ സാധിക്കും. രക്തബന്ധമില്ലാത്തവർക്ക് ബലിയിടാം. പക്ഷേ രക്തബന്ധമുള്ള ആളിന് അത്രയ്ക്കും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ആണെങ്കിൽ മാത്രം ഒരു പകരക്കാരന് ഒരു ദക്ഷിണയോ മറ്റോ ഏൽപ്പിച്ചിട്ട് അയാളെ കൊണ്ട് ആ കർമ്മം ഈ ഒരു വർഷത്തേക്ക് ചെയ്യിക്കുക. അല്ലാതെ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ബലികർമ്മം ചെയ്യാതിരിക്കുന്നതിൽ ഭംഗിയുള്ള കാര്യമല്ല. അത് ദോഷകരമാണ്. ഇപ്പോൾ ഒരു സാഹചര്യം കൊണ്ട് ഒരു അസുഖമായിട്ട് കിടപ്പിലായിപ്പോയി, അങ്ങനെയൊക്കെ വേറൊരാളും ഇല്ലാത്തപ്പോൾ ഒരാളെ കൊണ്ട്, ഒരു നിയുക്തനെ കൊണ്ടെന്ന് പറയും, ആ നിയുക്തനെ കൊണ്ട് അയാൾക്കൊരു ദക്ഷിണ കൊടുത്ത് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ തെറ്റില്ല. ഇനി അടുത്ത ചോദ്യം, കർക്കിടക വാവുബലി വീട്ടിലിടാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കർക്കിടക വാവുബലി കടവിലല്ലാതെ വീട്ടിലും നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ മിക്കവരും വീട്ടിലൊക്കെ തന്നെയാണ് ഇട്ടത്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. കടവിലിടാൻ കഴിയുന്നവർ അപ്രകാരം ചെയ്യും. കർക്കിടക വാവുബലി മുടങ്ങിപ്പോയ ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വാവുബലി എന്ന് പറഞ്ഞാൽ ആചാരവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് മുടക്കാണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് മറുപടി പറയേണ്ടത്. വാവുബലിക്ക് വ്രതമെടുക്കുന്നവർ തലയിൽ എണ്ണ തേക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. വാവുബലി ക്രിയകളിൽ നമ്മളിങ്ങനെ തലയിൽ എണ്ണ തേച്ച് വ്രതം എടുക്കുന്നത് പതിവ് പൊതുവിലില്ല. എന്നാൽ ചിലരത് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് ആചാരപ്രകാരം നോക്കുമ്പോൾ എണ്ണ തേക്കാതെ നമ്മൾ വ്രതം എടുത്ത് ആ കറുത്ത വാവ് ദിവസം തലയിൽ എണ്ണ തേക്കാതിരിക്കുന്നതാണ് ഉത്തമം. ചെറിയ കുട്ടികൾക്ക് കർക്കിടക വാവ് ബലി ഇടാമോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റും. 3 വയസ്സിന് മുകളിലുള്ള ഇച്ചിരി അറിവ് ബോധം വന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഉത്തമം എന്നേ പറയേണ്ടതുള്ളൂ. കർക്കിടക വാവ് ബലിക്ക് വ്രതം എടുക്കുന്ന ഒരു വ്യക്തിക്ക് വീട്ടിലെ സ്ത്രീകൾ ആർത്തവം കഴിഞ്ഞ് എത്ര നാളിന് ശേഷം ഭക്ഷണം കൊടുക്കുന്നതാണ് ഗുണകരം. സാധാരണ 7 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് കർക്കിടക വാവ് ബലിക്ക്
വ്രതം എടുക്കുന്ന ആളിന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക. ചിലയിടങ്ങളിൽ ഇത് 4 കഴിഞ്ഞ് തെളിച്ചതിന് ശേഷവും ചെയ്യുന്നുണ്ട് എങ്കിലും 7 കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറെ ഉത്തമമായിട്ട് പറയുന്നത്. ബലിയിടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ ആർത്തവകാലം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ട് ബലിയിടാം എന്നുള്ള ചോദ്യമുണ്ട്. അത് 7 കഴിഞ്ഞിട്ടാണ് ബലിയിടാൻ കഴിയുക. 7 കഴിഞ്ഞ് 8ൻ്റെ അന്ന് ബലിയിടാൻ പറ്റില്ല. കാര്യം 8ൻ്റെ അന്ന് വ്രതമാണ്, അതായത് ഒരിക്കലാണ്. അതായത് 9-നെ നമുക്ക് ആ പ്രകാരം കഴിയാൻ പറ്റുള്ളൂ. 7ൻ്റെ അന്ന് നമുക്കങ്ങനെ വ്രതം എടുക്കാൻ പറ്റില്ല. 7 കഴിയണം. 7 കഴിഞ്ഞ് ഒരു ദിവസം വ്രതം വേണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 9 ദിവസമെങ്കിലും നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. കർക്കിടക വാവുബലി എത്ര തലമുറയ്ക്ക് വേണ്ടി ഇടാം എന്നാണ് ചോദിക്കുന്നത്. കർക്കിടക വാവുബലി എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ പിതൃക്കളുടെ സങ്കല്പത്തിൽ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അർപ്പിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ സങ്കല്പമല്ല. ചിലപ്പം ഒരാൾ ബലിയിടുന്നത് അയാളുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെയൊക്കെയാണ് സങ്കല്പിക്കുന്നത്. പക്ഷെ ആ ബലിയിലൂടെ അങ്ങ് പിതൃക്കളുടെ ഒരു പരമ്പരയുണ്ട്. അവർക്ക് എല്ലാവർക്കും ആ ബലി കിട്ടുന്നുണ്ട്. അവരുടെ എല്ലാ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. കർക്കിടക വാവുബലി കഴിയുന്നതോടെ വ്രതം തീർക്കാമോ എന്നാണ് ചോദ്യം. ഞാനത് ആദ്യമേ സൂചിപ്പിച്ചു. കർക്കിടക വാവുബലി കഴിഞ്ഞാലും നിങ്ങൾ ബലിയിട്ട് വീട്ടിൽ വന്നാലും ആ സെക്കൻഡ് മുതൽ മദ്യപാനമോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ ബലി പുണ്യമൊന്നും കിട്ടിയില്ല. ആ ദിവസം പൂർണ്ണമായിട്ട് വ്രതനിഷ്ഠ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലൂണ് അങ്ങനെയുള്ള കാര്യം വേണമെന്നല്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അകത്ത് വെച്ച് കൊടുപ്പ് എല്ലാവരും നടത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അകത്ത് വെച്ച് കൊടുപ്പ് പ്രാദേശികമായി ചെയ്യുന്നൊരു കാര്യമാണ്. പിതൃക്കൾ വരുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ അല്ലെങ്കിൽ അവരുടെ ശീലങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് അത് എല്ലായിടത്തും കാണപ്പെടുന്നതൊന്നുമില്ല. അത് പ്രാദേശിക ആചരണം. ഇത് എല്ലാവരും ചെയ്യേണ്ടതില്ല. അത് ചെയ്തു പോകുന്നവർ അത് തുടർന്നോളൂ എന്നേ പറയുന്നുള്ളൂ. ഒരു മരണത്തിൻ്റെ പുല നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് കർക്കിടക വാവ് ബലി ഇടാമോ എന്നാണ് ചോദ്യം. പുല തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർക്കിടക വാവ് ബലിയിടാൻ തടസ്സമുണ്ട്. പുല തീർന്നതിന് ശേഷം വരുന്ന കർക്കിടക വാവിന് ബലിയിടുക എന്നേ പറയേണ്ടതുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇതിൽ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. മാത്രമല്ല നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ കൂടി ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.